ഈ വചനഭാഗം ആമുഖമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. സമാന്തര സുവിശേഷങ്ങൾ മത്തായി, മർക്കോസ്, ലൂക്ക, ഈ മൂന്ന് സുവിശേഷങ്ങളിലും മിക്കവാറും കാര്യങ്ങൾ പറയുന്നത് സമാന്തരമായിട്ടാണ്. അതുകൊണ്ടാണ് അതിനെ സമാന്തര സുവിശേഷങ്ങളെന്ന് പറയും. പക്ഷേ ഈ സമാന്തര സുവിശേഷങ്ങളിൽ ഇന്നത്തെ ഈ വചനഭാഗം കാനൻകാരിക്ക് കിട്ടുന്ന അല്ലെങ്കിൽ അവളുടെ മകൾക്ക് കിട്ടുന്ന അത്ഭുതകരമായ സൗഖ്യത്തിൻ്റെ കാര്യം ലൂക്കാസ് സുവിശേഷകൻ എഴുതുന്നില്ല. അത് മത്തായിലും മർക്കോസിലും മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ ഈ ഒരു വചനം വായിക്കുമ്പോൾ വായനക്കാരിൽ വിജാതീയരിൽ നിന്ന് ക്രിസ്തു അകലെയായിരുന്നു എന്നെങ്ങാനും ഒരു തെറ്റിദ്ധാരണ ഉണ്ടായാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കണം ഒരുപക്ഷെ ലൂക്ക അതൊഴിവാക്കിയത്. മത്തായിയുടെ ശൈലി പക്ഷേ ഈശോ വന്നത് ഇസ്രായേൽ ജനത്തിന് വേണ്ടിയിട്ടാണെന്നും യേശുവിൻ്റെ പരസ്യ ജീവിതം ഇസ്രായേൽ ജനത്തിന് വേണ്ടിയിട്ടായിരുന്നു എന്നും ഉത്ഥാനാനന്തരമാണ് വിജാതീയർക്ക് വേണ്ടി വചനപ്രഘോഷണവും മറ്റത്ഭുതങ്ങളുമൊക്കെ സംഭവിച്ചതെന്നും കൃത്യമായിട്ട് വരയ്ക്കുന്ന അല്ലെങ്കിൽ അവതരിപ്പിക്കുന്ന ഒരു ശൈലി മത്തായിക്കുള്ളത് കൊണ്ട് മത്തായി അത് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ 21-ാമത്തെ വാക്യം നമ്മൾ വായിച്ച വചനത്തിൻ്റെ ആദ്യ വചനം ഇതാണ്: അവൻ യേശു അവിടെ നിന്ന് പുറപ്പെട്ട് ടൈർ സീദോൻ പ്രദേശത്തെത്തി. എവിടെ നിന്നാണ്? ഗലീലി പ്രദേശത്ത് നിന്ന്, ഇസ്രായേൽക്കാരുടെ നാട്ടിൽ നിന്ന് വിജാതീയരുടെ നാട്ടിലേക്ക് യേശു വരുന്നതായിട്ടാണ് ഇന്നത്തെ വായനയുടെ 21-ാമത്തെ വാക്യം, ആദ്യ വാക്യം നമ്മൾ വായിച്ചു കേട്ടത്. ഇന്നത്തെ വായന 28 വരെയാണ്. 29-ാമത്തെ വാക്യത്തിൽ വീണ്ടും ഈശോ ഗലീലി പ്രദേശത്തേക്ക് തിരിച്ചു പോവുകയും. അതിൻ്റെ അർത്ഥം എന്താ? ഈ ഒരു സംഭവത്തിന് വേണ്ടി മാത്രമാണ് ഈശോ വിജാതീയരുടെ നാട്ടിലേക്ക് വന്നത് എന്നാണ്. അപ്പോൾ ഈശോയുടെ മനസ്സിൽ വ്യക്തമായ പ്ലാനുകളുണ്ട് ഇങ്ങോട്ടുള്ള വരവിന്. ഇത് കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയും. അപ്പോൾ അത് യേശുവിൻ്റെ മനസ്സിൽ ഇത് സാന്ദർഭികമായി സംഭവിച്ച കാര്യമല്ല. കൃത്യമായ സമയത്തിൻ്റെ പൂർണ്ണതയിൽ കൃത്യമായിട്ട് അത് സംഭവിക്കും എന്ന് കണക്കാക്കി തന്നെ അത് സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് വന്നത് എന്ന് സാരം. ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം ഈ വചനത്തെ നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇനി വചനഭാഗത്തിലേക്ക് വരാം. ഇവിടെ ടൈർ സീദോൻ പ്രദേശത്ത് വന്നപ്പോൾ ഒരു കാനൻകാരി എന്നാണ് പറയുക. മത്തായിയുടെ സുവിശേഷത്തിൽ ഏതാണ്ട് 32ഓളം സ്ത്രീകളെക്കുറിച്ച് പരാമർശങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് മിക്കവാറും പേരുടെ പേര് പറയുന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 24 പേരുടെ പേരുകൾ പറയുന്നില്ല, അതേസമയം 8 പേരുടെ പേര് പറയുന്നുമുണ്ട്. അപ്പോൾ ഈ പേര് പറയാത്ത 24 പേരിൽ പെട്ട ഒരാളാണ് ഈ സ്ത്രീ എന്ന സാരം. കാരണം ഇവളുടെ പേര് പറയുന്നില്ല, അവളുടെ നാട് കാനൻ പ്രദേശമായിരുന്നു എന്ന് മാത്രമേ അതിൽ നിന്ന് വിവക്ഷയുള്ളൂ. അതിൻ്റെ അർത്ഥം നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. പേര് പറയാതെ പറയുമ്പോൾ അവിടെയൊക്കെ നമ്മളുടെ പേര് വെച്ചിട്ട് നമ്മൾ ഈ വചനഭാഗത്തെ ധ്യാനിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ കാനൻകാരി യേശുവിനോടുള്ള പ്രാർത്ഥനയിൽ 3 വട്ട പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ട്. 3 വട്ടം പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ പ്രതികരണങ്ങളും 3 വട്ടം ഉണ്ടാകുന്നുണ്ട്. 1-ാം വട്ട പ്രാർത്ഥനയിൽ ചില വാക്കുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന്, അവൾ വന്നു എന്നാണ് പറയുക. വന്നു. പലപ്പോഴും നമ്മൾ ഈ പ്രാർത്ഥനയ്ക്കുടെ കാര്യം വരുമ്പോൾ, വിശ്വാസത്തിൻ്റെ കാര്യം വരുമ്പോൾ, ആചാരാനുഷ്ഠാനങ്ങളുടെ കാര്യങ്ങൾ വരുമ്പോൾ, വിശുദ്ധ കുർബാന വരുമ്പോൾ, വീട്ടിലെ സന്ധ്യാപ്രാർത്ഥനയാകുമ്പോഴൊക്കെ നമ്മൾ പിന്നോട്ട് മാറുന്നവരാണ്. മുന്നോട്ട് വരിക എന്നുള്ള ശൈലിയുണ്ട്. വന്നു കാണുക എന്ന് പറയുന്ന യേശുവിൻ്റെ വാക്കുകൾ നമ്മൾ ധ്യാനിക്കേണ്ടതാണ്. ഇവിടെ അവൾ വന്നു എന്ന് പറയുക. അപ്പം നമ്മളൊക്കെയും ഈ ആത്മീയ കാര്യങ്ങളിൽ എടുക്കേണ്ട ഒരു മുൻപന്തി ഈ വാക്കിൽ നിന്ന് നമ്മൾ ധ്യാനിക്കേണ്ടതാണ്. അതുപോലെ തന്നെ മറ്റൊരു വാക്ക്, ഇവളുടെ 1-ാം വട്ട പ്രാർത്ഥനയുടെ ഒരു സ്വഭാവം, അവൾ കർത്താവിൻ്റെ അടുത്തേക്ക്
ചെന്നു എന്നുള്ളതാണ്. അപ്പോൾ മുന്നിലായിരിക്കണം നമ്മളെന്ന് സാരം. പള്ളിയിലായാലും സന്ധ്യാപ്രാർത്ഥനയ്ക്കായാലും ഒക്കെ പുറകിലേക്ക് മാറുന്ന ശൈലിയല്ല, മുന്നിലേക്ക് വരുന്ന ശൈലിയാണ്. രണ്ടാമതായിട്ട് ഒന്നാം ഘട്ട പ്രാർത്ഥനയിൽ രണ്ടാം ശൈലി ഇതാണ്, കരഞ്ഞപേക്ഷിച്ചു എന്നുള്ളത്. നമ്മൾ മിക്കവാറും പ്രാർത്ഥനകൾ ഒരു ചടങ്ങ് പോലെ ഡാം പൊളിച്ചു വിട്ടേക്കണ മാതിരി നമ്മളങ്ങോട്ട് ഒഴുക്കി വിടുകയും വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ നമ്മളതുകൊണ്ടാണല്ലോ ജപമാല ചെല്ലുന്നതിന് മുമ്പ് പ്രാർത്ഥനയുള്ളത്, ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യാനായിട്ട് കൃപ തരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മൾ ജപമാല ആരംഭിക്കുക. അപ്പം ഭക്തിയോടും ശ്രദ്ധയോടും വികാരങ്ങളോടും ഒക്കെ കൂടി വേണം പ്രാർത്ഥിക്കാൻ. അവൾ കരഞ്ഞപേക്ഷിച്ചു എന്നാണ്. വെറുതെ ഒന്ന് ചോദിച്ചു നോക്കാം, കിട്ടുമെന്ന് നോക്കാം എന്നുള്ളതല്ല, അവൾ കരഞ്ഞപേക്ഷിക്കുകയാണ്. ഈ കരച്ചിൽ പ്രാർത്ഥനയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് എന്ന് മറ്റ് ഒരുപാട് സംഭവങ്ങളിലൂടെ നമ്മൾക്ക് വ്യക്തമാകുന്നുണ്ട്. ഇനി ഇവൾ വിളിക്കുന്നത് എന്താ? കർത്താവേ ദാവീദിൻ്റെ പുത്ര എന്നുള്ളതാണ്. കർത്താവേ ദാവീദിൻ്റെ പുത്ര എന്നുള്ളത് ഒരു വിശ്വാസ പ്രഖ്യാപനമാണ്. ഒരു പക്ഷേ ഇസ്രായേൽ ജനത്തിന് ഇല്ലാതെ പോയ ഒരു വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് വിജാതീയായ ഈ സ്ത്രീ നടത്തുക. അവൻ കർത്താവാണ് അവളുടെ, മാത്രമല്ല അവൻ ദാവീദിൻ്റെ പുത്രനാണ്. ദാവീദിൻ്റെ പുത്രൻ എന്ന് വെച്ചാൽ പഴയ നിയമത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ള രക്ഷകൻ ഇവൻ തന്നെയാണ് എന്ന് ഇസ്രായേൽ ജനം അംഗീകരിച്ചില്ലെങ്കിലും ഈ വിജാതീയായ സ്ത്രീ അംഗീകരിച്ച് അവളുടെ വിശ്വാസത്തെ പ്രഖ്യാപിക്കുക. ഏതൊരു പ്രാർത്ഥനയ്ക്കും ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം. അതുകൊണ്ടാണ് നമ്മൾ കുദാശകളൊക്കെ സ്വീകരിക്കുന്നതിന് മുമ്പ് ഈ വിശ്വാസ പ്രഖ്യാപനം നടത്തുക. മാമോദിസ സ്വീകരിക്കണമെങ്കിൽ മുമ്പ് ആ വിശ്വാസ പ്രഖ്യാപനം, കുഞ്ഞാണെങ്കിൽ അതിന് പറയാൻ പറ്റാത്തത് കൊണ്ട് തലതൊട്ടപ്പനും തലതൊട്ടമ്മയാണ് വിശ്വാസ പ്രഖ്യാപനം നടത്തുക. ആദ്യ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പും സ്ഥൈര്യലേപനം സ്വീകരിക്കുന്നതിന് മുമ്പും ഒക്കെ ഈ വിശ്വാസം പ്രഖ്യാപിച്ചിട്ടാണ് ഈ കർമ്മം നടത്തുക. അപ്പോൾ ഈ വിശ്വാസ പ്രഖ്യാപനം പ്രാർത്ഥനയുടെ ഒരു പ്രധാനപ്പെട്ട റോളാണ്. ഞാൻ ഈ ബന്ധന മേഖലകളിൽ വർക്ക് ചെയ്യുമ്പോൾ അവരോടൊക്കെയും മിക്കവാറും പറഞ്ഞു കൊടുക്കുന്നതും ഈ വിശ്വാസ പ്രാർത്ഥന, വിശ്വാസ പ്രമാണം ആവർത്തിച്ച് ചെല്ലാനാണ്. അത് പൊതുവേ ഞാൻ മാത്രമല്ല, മിക്കവാറും ആ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരെല്ലാവരും പറയുന്നൊരു കാര്യം അതാണ്. വിശ്വാസത്തിൻ്റെ കുറവ് വരുമ്പോഴാണ് തിന്മയുടെ ശക്തി നമ്മളെ പ്രബലമാകുക. അപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം അത് നമ്മിലെ വിശ്വാസത്തെ വളർത്താനും ക്രിസ്തുവിന് ഇടപെടാനും പിശാച് ഒഴിഞ്ഞു പോകാനും ഒക്കെ പ്രധാനപ്പെട്ടതാണ് എന്ന് സാരം. നാലാമതായിട്ട് അവൾ പ്രാർത്ഥിക്കുന്ന അവളുടെ പ്രാർത്ഥനാ ഭാഗമാണ്. അവിടെയാണ് പ്രാർത്ഥന വന്നുള്ളൂ. ഇത്രയും നേരം പ്രാർത്ഥനയല്ല വന്നത്, പ്രാർത്ഥനയുടെ ചില ഘടകങ്ങളാണ്. ഇവിടെ അവൾ പ്രാർത്ഥിക്കുകയാണ്, എന്നിൽ കനിയണമേ എന്ന്. അവകാശമുണ്ടായിട്ട് താ എന്ന് ചോദിക്കുന്നതല്ല. നമ്മുടെ മക്കൾ മാതാപിതാക്കന്മാരോട്, ഇപ്പോഴത്തെ മക്കൾ മാതാപിതാക്കന്മാരോട് വാശി പിടിച്ച് ചോദിക്കുന്ന പോലെയല്ല, പഴയ മക്കൾ പഴയ കാരണവന്മാരോട് ചോദിക്കുന്നത് പോലെയാണ് കനിവ് ചോദിക്കുക. ഇന്നത്തെ തലമുറയിൽ അത് മനസ്സിലാക്കാൻ ഇത്തിരി പാടായിരിക്കും. അപ്പോൾ ഈ കനിയണമെന്നുള്ള പ്രാർത്ഥന, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയുടെ മനോഭാവം അതായിരിക്കണം, കനിവിന് വേണ്ടിയിട്ടാണ് നിലനിൽക്കേണ്ടത്. ഇനി ഈ പ്രാർത്ഥനയുടെ വിഷയം അവതരിപ്പിക്കുകയാണ്. എനിക്ക് വേണ്ടിയിട്ടല്ല പ്രാർത്ഥിക്കുന്നത്, പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ്? എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ്. മകൾക്ക് എന്താ പ്രശ്നം? നമ്മൾ പലപ്പോഴും ഈ വിഷയം അവതരിപ്പിക്കൽ ഒരുപാട് നീണ്ടുപോകാറുണ്ട്. അത് അല്പത്വമാണ്. എവിടെയായാലും വിഷയം അവതരിപ്പിക്കുന്നത് ഒരുപാട് നീണ്ടുപോകുന്നു. പലപ്പോഴും നമ്മൾ ഈ പൊതുയോഗങ്ങളിൽ കണ്ടിട്ടുണ്ട്. സ്വാതം പ്രസംഗിക്കുന്നവൻ കുറേ കാര്യങ്ങൾ പറയും, എന്നിട്ട് പറയും ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ്. അവൻ്റെ തലക്കിട്ട് ഒന്ന് കൊടുക്കട്ടെ, അതുവരെ അവൻ കടമയല്ല ചെയ്ത്, അവൻ ചെയ്യാൻ പാടില്ലാത്ത ചെയ്തതെന്ന് അവന് ബോധ്യമുണ്ട്. അവൻ്റെ കടമയാണ് ചെയ്യേണ്ടത്. വിഷയം അവതരിപ്പിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ചുരുക്കി അവതരിപ്പിക്കേണ്ടതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ അവൾ വിഷയം അവതരിപ്പിക്കുകയാണ്, എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. ഇവിടെ ഈ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു എന്നത് മലയാളത്തിലെ തർജ്ജിമയിൽ അതിൻ്റെ ഗ്രീക്ക് രൂപത്തിൽ എഴുതിയിട്ടുള്ളതാണ് ഡൈമോണിക് സോമായി എന്നുള്ളതാണ്. ഡൈമോണിക് സോമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിശാച് ബാധിച്ചിരിക്കുന്നു എന്നുള്ളതല്ല, മറിച്ച്
അവളെ നിയന്ത്രിക്കുന്നത് പിശാചാണ് എന്നുള്ളതാണ്. അതായത് അവളുടെ തീരുമാനങ്ങൾ, അവളുടെ നയങ്ങളൊക്കെയും അവളുടെ നിയന്ത്രണത്തിലല്ല, മറിച്ച് പിശാചിൻ്റെ നിയന്ത്രണത്തിലാണ്. ഒരു കുഞ്ഞുദാഹരണത്തിന് ഇപ്രകാരം ചിന്തിക്കണം. നമ്മുടെ വാക്കുകളും നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ ചെയ്തികളുമൊക്കെ നമ്മുടെ നിയന്ത്രണത്തിൽ നമ്മളായിട്ട് ചെയ്യുന്നതുണ്ട്. മറ്റൊന്ന്, നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല എന്ന് വിചാരിച്ചാലും ചില നന്മകൾ നമ്മളറിയാതെ ചെയ്തു പോകുന്നുണ്ട്. അത് നമ്മളല്ല, അതിൻ്റെ പിറകിൽ അത് പരിശുദ്ധാത്മാവ്. നേരെ മറിച്ച് ചില തിന്മകൾ പൗലോസ് കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്തു പോകുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? പിശാചിനാൽ നിയന്ത്രിക്കപ്പെടുന്നതെന്ന്. ഒരു കുഞ്ഞുദാഹരണം ഇങ്ങനെ എടുക്കുക. എൻ്റെ കോപത്തെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റണില്ല. കോപിക്കണ്ട എന്നുണ്ട്, പക്ഷേ കൺട്രോളില്ലാണ്ട് പോവുക. എൻ്റെ നിയന്ത്രണത്തിൽ കോപത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താ? പിശാച് എന്നിലൂടെ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അത് ഈ ഒരവസ്ഥ. അപ്പോൾ ഈ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് വല്ലാത്തൊരു ഭീകര അവസ്ഥയൊന്നുമല്ല. ഞാനും നിങ്ങളുമൊക്കെ കടന്നു പോകുന്ന അവസ്ഥ തന്നെയാണ് ഇവൾക്കുള്ളത്. എൻ്റെ നിയന്ത്രണത്തിലല്ല എൻ്റെ ദേഷ്യം, എൻ്റെ നിയന്ത്രണത്തിലല്ല എൻ്റെ കാമം, എൻ്റെ നിയന്ത്രണത്തിലല്ല എൻ്റെ വിചാരങ്ങൾ, തീരുമാനങ്ങൾ. അതൊക്കെ തിന്മയിലേക്ക് ചായ്വുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പിശാചിൻ്റെ നിയന്ത്രണത്തിലാണ് ഞാൻ. അതേസമയം എൻ്റെ നിയന്ത്രണത്തിനപ്പുറം നന്മകൾ എന്നിലൂടെ വരുന്നുണ്ടെങ്കിൽ, എൻ്റെ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ കൂടുതൽ ശ്രേഷ്ഠമാണ്, ഞാൻ വിചാരിക്കുന്നതിലും ശ്രേഷ്ഠമാകുന്നുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം എന്നിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുവെന്നാണ്. അപ്പോൾ ഞാനാണോ പ്രവർത്തിക്കുന്നത്? എന്നിലെ പരിശുദ്ധാത്മാവാണോ? എന്നിലെ പിശാചാണോ? അപ്പോൾ എൻ്റെ നിയന്ത്രണത്തിനപ്പുറത്തേക്ക് എൻ്റെ ജീവിതത്തിൽ തിന്മയുടെ ചായ്വുകളുണ്ടെങ്കിൽ, എന്നിൽ ഈ പറഞ്ഞ കാനൻകാരിയുടെ മകളുടെ പ്രശ്നം എനിക്കുണ്ട്, സൗഖ്യം കിട്ടേണ്ട ആളാണ് ഞാനെന്നർത്ഥം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊന്നുകൂടി, പ്രത്യേകിച്ച് മാതാപിതാക്കന്മാർ ഒന്നുകൂടി ധ്യാനിക്കേണ്ടതാണ്. മക്കൾ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോഴും അവരവരുടെ നിയന്ത്രണത്തിലല്ലെങ്കിൽ, അവരുടെ പിടിവാശികൾക്കും അവരുടെ വഴക്കുകൾക്കും അവരുടെ ദേഷ്യത്തിനും ഒക്കെ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഈ കാനൻകാരി പ്രാർത്ഥിച്ച പ്രാർത്ഥനാ ദൗത്യം നമ്മുടെ മാതാപിതാക്കന്മാർ മക്കൾക്ക് വേണ്ടി ചെയ്യേണ്ടതാണ്, ജീവിത പങ്കാളിക്ക് വേണ്ടി ചെയ്യേണ്ടതാണ്, അയൽവക്കക്കാർക്ക് വേണ്ടി ചെയ്യേണ്ടതാണ്, ബന്ധുക്കൾക്ക് വേണ്ടി ചെയ്യേണ്ടതാണ്. അങ്ങനെയുള്ളവർ നമ്മുടെ ചുറ്റുമുണ്ടെങ്കിൽ അവർക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്യേണ്ടതാണ് എന്ന് സാരം. ഇനി ഒന്നാം ഘട്ട പ്രാർത്ഥനയോട് ക്രിസ്തുവിൻ്റെ പ്രതികരണം എന്താ? അവനൊന്നും വേണ്ടിയില്ല, നിശബ്ദതയാണ്, ഒരു മറുപടിയും കിട്ടിയില്ല. പലപ്പോഴും നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾക്കുണ്ടാകുന്ന ഒന്നാമത്തെ ദൈവത്തിൻ്റെ മറുപടി ഇത് തന്നെയാണ്. മറുപടിയില്ല. ആ മറുപടി ഇല്ലാതെ കഴിഞ്ഞപ്പോൾ അത് ക്രിസ്തു എന്തുകൊണ്ട് ചെയ്തു എന്ന് വെച്ചാൽ, എന്താണ് പ്രതികരണം എന്നറിയണം. കാനൻകാരിയുടെ പ്രതികരണം എന്താണെന്നറിയണം. കൂടെ നടക്കുന്ന ശിഷ്യന്മാരുടെ പ്രതികരണം എന്താണെന്നറിയണം. കാനൻകാരി ഈ നിശബ്ദമായിട്ട് വന്നു കഴിഞ്ഞപ്പോഴുള്ള പ്രതികരണം അല്ല ആദ്യം വരുന്ന, ആദ്യം അപ്പസ്തോലന്മാരുടെ പ്രതികരണം. അപ്പസ്തോലന്മാർ എന്താ പ്രതികരിച്ചത്? അപ്പസ്തോലന്മാർ പറഞ്ഞു, ഗുരു അവളെ പറഞ്ഞയക്കണമേ, അവൾ നമ്മുടെ പിന്നാലെ വന്ന് ശല്യം ചെയ്യുന്നുണ്ടല്ലോ. പലപ്പോഴും നമ്മൾ എടുക്കുന്ന ഒരു പൊതുനയമാണിത്. നമ്മളുടെ അടുത്ത് ഒരു സഹായത്തിന് വരുന്ന ഒരാളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാനായിട്ടുള്ള ശ്രമമാണ് പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. സർക്കാർ ഓഫീസിൽ നമ്മളൊരാവശ്യത്തിന് ചെന്ന് കഴിഞ്ഞാൽ അവർ നമ്മളെ എങ്ങനെ ഒഴിവാക്കാം എന്ന് മാത്രമാണ് ചിന്തിക്കുക. അങ്ങനെ ഒഴിവാക്കുമ്പോൾ രണ്ട് ലക്ഷ്യമുണ്ട്. ഒന്ന്, അവർക്ക് അതിൽ നന്മ ചെയ്യാൻ താല്പര്യമില്ല. രണ്ട്, ഇനി എങ്ങാനും ചെയ്യണമെന്ന് വെച്ചാൽ അതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാവുകയും ചെയ്യണം. ഒഴിവാക്കാനായിട്ടുള്ള ഒരു പ്രവണത. ഭാര്യ എന്തെങ്കിലും കാര്യമായിട്ട് ഭർത്താവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ, ഭർത്താവ് എന്തെങ്കിലും കാര്യമായിട്ട് ഭാര്യയുടെ അടുത്ത് ചെല്ലുമ്പോൾ ഒക്കെ ഒഴിവാക്കാനായിട്ടുള്ള ശ്രമമാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു പ്രലോഭനമുണ്ട്.
ഒരാൾ ഫോണിൽ വിളിച്ചിട്ട് ഒരു പരിപാടി എന്നെ ബുക്ക് ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നി അയാളെന്ത് വൃത്തികേടായി കാണിക്കണേ, അയാളെ ഒഴിവാക്കാം എന്ന് ആദ്യമുള്ള ചിന്ത പ്രലോഭനം വന്നതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ ഇതിനല്ലേ ഇവിടെ ഇരിക്കണേ. അപ്പോൾ ഞാൻ മുറ്റത്ത് എവിടെയായിരുന്നു, ഞാൻ അകത്ത് നിന്ന് ഡയറി എടുത്ത് ഒരു കുതാശ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ബുക്ക് ചെയ്യാനാണ്. അയാൾ ചെയ്തുമ്പോൾ ഓതിരുവല്ല, അതുകൊണ്ട് അയാളെ നമുക്ക് ഒഴിവാക്കണം എന്ന് ആദ്യം ചിന്ത വന്നു. പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചു. അയാൾ ഓതിരുവ് കാണിച്ചാലും നമ്മൾ കാണിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം ഇതാണ്, ഒഴിവാക്കാനായിട്ടുള്ള പ്രവണത നമ്മളിൽ പ്രബലമാണ്. നമ്മളെപ്പോഴും നമ്മുടെ കുടുംബത്തിലായിക്കോട്ടെ, നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിലായിക്കോട്ടെ, നമ്മുടെ തൊഴിൽ മേഖലയിലായിക്കോട്ടെ, നമ്മുടെ കുടുംബത്തിലായി എവിടെയായാലും നമ്മൾ ഈ ഒരു ടെൻഡൻസി ഒഴിവാക്കാനായിട്ടുള്ള ശ്രമമുണ്ട്. ആ ഒഴിവാക്കാനായിട്ടുള്ള ശ്രമം ക്രിസ്തു ശിഷ്യർക്ക് കൂടുതലാണ് എന്ന് ഈ ശിഷ്യന്മാരുടെ മനോഭാവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഇതിവിടെ മാത്രമല്ല, ശിഷ്യന്മാരെ ഇരിക്കുമ്പോൾ മറ്റൊരിടത്തും പ്രകടിപ്പിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ പ്രസംഗം നീണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവർക്ക് വിശക്കുന്നു, അതുകൊണ്ട് അവരെ പറഞ്ഞയക്കുക. ഈ ഒഴിവാക്കാനായിട്ടുള്ള ശ്രമം, നമ്മുടെ അടുത്ത് സഹായത്തിന് വരുന്നവർ, നമ്മുടെ അടുത്ത് എന്തെങ്കിലും മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് വരുന്നവർ, ഇവരൊക്കെ ഒഴിവാക്കാനായിട്ടുള്ള പ്രവണത മാനുഷികമാണ്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ യേശു ഈ ഒഴിവാക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞ ഇത് ഇവരുടെ ഈ ഒഴിവാക്കുന്ന അതേ പ്രവണതയോടുകൂടി ചേർന്നിട്ട് അവരൊന്നുകൂടി ബൂസ്റ്റ് ചെയ്ത് വിടുക. യേശു പറയുകയാണ്, ഇസ്രായേൽ ജനത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അവർക്ക് സന്തോഷമായി. കാരണം ഇവരെ ഒഴിവാക്കാൻ ശ്രമിച്ചപ്പോൾ അതേ ശൈലി തന്നെയാണല്ലോ ക്രിസ്തു എന്നോർത്ത് പിന്നെ അവരതിനോട് പ്രതികരിക്കുന്നില്ല. അപ്പോൾ ഒഴിവാക്കലിൻ്റെ ഒരു തത്വശാസ്ത്രം നമ്മൾ ആഴത്തിൽ പഠിക്കേണ്ടതാണ്. നമ്മളൊരു കാര്യം ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ ക്രിസ്തു നീ എത്രത്തോളം ഒഴിവാക്കാൻ ശ്രദ്ധിക്കും എന്ന് സൂക്ഷിച്ച് വീക്ഷിച്ചിട്ട് അതിനനുകൂലമായ ഒരു സാഹചര്യം നിനക്ക് ഒരുക്കി തരും. ആ സാഹചര്യം ഒരുക്കുമ്പോൾ നീ വലിയ നേട്ടമാണെന്നൊന്നും വിചാരിച്ചേക്കരുത്, നിൻ്റെ പരാജയമാണ്. ഈ സ്ത്രീ ആ ഒഴിവാക്കലിൽ എന്താണ് ചെയ്തത്? രണ്ടാം ഘട്ട പ്രാർത്ഥനയിലേക്ക് അവൾ പ്രവേശിക്കുകയാണ്. അവൾ ഈ രണ്ടാം ഘട്ട പ്രാർത്ഥന ഇവിടെ പറയുന്നത് പ്രണമിച്ചു എന്നാണ്. പ്രണമിച്ചു എന്ന വാക്കിനെ കുറിച്ച് മുമ്പ് ഞാൻ വ്യാഖ്യാനിച്ചതാണ്. പ്രണമിക്കുക എന്ന് വെച്ചാൽ സാഷ്ടാംഗം കിടക്കുക എന്നോ അല്ലെങ്കിൽ മുട്ടുകുത്തി എന്നിട്ട് ഈ ആരോട് അപേക്ഷിക്കുന്നു അയാളുടെ മുട്ടിൽ സ്പർശിക്കുക എന്നോ, ഈ രണ്ട് ശൈലിയിലാണ് പ്രണാമം. അപ്പോൾ അത് സർവ സമർപ്പണത്തിൻ്റെ ഇനി നീയല്ലാതെ വേറൊരു മാർഗവും എനിക്കില്ല, അതുകൊണ്ട് നിനക്കിത് പറ്റും, എനിക്ക് വേറെ ആശ്രയവുമില്ല. ഈ രണ്ട് മനസ്സ്, എനിക്ക് വേറെ രക്ഷയില്ല, നീ മാത്രമേ എനിക്ക് രക്ഷയുള്ളൂ, നിനക്കിത് പറ്റുകയും ചെയ്യും എന്നുള്ള സമ്പൂർണമായ അർപ്പണത്തിൻ്റെ ഭാവമാണ് ഈ പ്രണാമം എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ പ്രണാമത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും യേശു ഒന്നുകൂടി കുതറുകയാണ്. യേശു പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. ഇവിടെ ഈ വാക്കുകളെ മനസ്സിലാക്കണമെങ്കിൽ യഹൂദരുടെ അന്നത്തെ രീതികൾ മനസ്സിലാക്കണം. പൊതുവെ നമുക്കറിയാം, ഈ നമ്മുടെ അരമായ ഭാഷയുടെയൊക്കെ സുറിയാനി ഭാഷയുടെ ആ പ്രദേശങ്ങളിലെ ഒരു ശൈലി നായ്ക്കളോട് വലിയ താല്പര്യമില്ലാത്തവർ. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, ഇസ്ലാം മതത്തിലുള്ളവർ നായ്ക്കളെ വളർത്തുന്നത് ചുരുക്കം. അപ്പോൾ ഈ യഹൂദരും നായ്ക്കളെ വളർത്തുന്നത് വളരെ ചുരുക്കം. നായ്ക്കൾക്ക് സ്നേഹത്തോടെ കാര്യമായിട്ടൊന്നും കൊടുക്കില്ല. അവിടെ നായ്ക്കൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ തെരുവ് നായ്ക്കൾക്ക് ചെയ്യുന്ന പോലെ എറിഞ്ഞിട്ട് കൊടുക്കുക. നായ്ക്കളെ താല്പര്യത്തോടെ വളർത്തുന്ന ശൈലിയില്ല. ആ ശൈലി നമ്മുടെ ഈ അടുത്ത കാലത്താണ് അതൊക്കെ പ്രബലമായി വന്നതും അത് വലിയ ബിസിനസ്സായിട്ടൊക്കെ വളർന്നതൊക്കെ ഈ അടുത്ത കാലങ്ങളിൽ. ഏതായാലും ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം ഈ കാര്യത്തെ മനസ്സിലാക്കാനായിട്ട്. നായ്ക്കൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന രീതിയില്ല. പിന്നെയോ അല്പം കാരുണ്യം കാണിച്ചാൽ എറിഞ്ഞു കൊടുക്കും. അത് എറിഞ്ഞു കൊടുത്താൽ തന്നെയും മക്കൾക്കുള്ളത് അല്ലെങ്കിൽ വീട്ടുകാർക്കുള്ളത് എറിഞ്ഞു കൊടുക്കാറില്ല, ബാക്കി വരുന്നതാണ് എറിഞ്ഞു കൊടുക്കുക. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ക്രിസ്തു വളരെ കൃത്യമായിട്ട് പറയുന്നത്,
മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല, എറിഞ്ഞു കൊടുക്കുകയും. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ഇവള് ഈ എറിയലിനെ തിരിച്ചു വയ്ക്കുക. അവളെന്താ മറുപടി പറയണേ? മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ നായ്ക്കൾ തിന്നാറുണ്ടല്ലോ, ഇനി എറിഞ്ഞു കൊടുത്തില്ലെങ്കിൽ പോലും വീഴുന്നത് തിന്നാലോ. വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. എറിഞ്ഞു കൊടുക്കുന്നത് അറിഞ്ഞുകൊണ്ട് കൊടുക്കണതാണ്, അറിയാണ്ട് വീണു പോണതെങ്കിലും എന്താ എന്നാണ് അവൾ പറയുക. അപ്പോൾ ഈശോ ഒരു ഉപമ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഉപമയേക്കാൾ ഒരു പടി കൂടി കടന്ന് ആണ് അവൾ പറയുക, എറിയണ്ട, വീണു പോണത് കിട്ടിക്കൂടെ. അപ്പോൾ അത് അവളുടെ ആഴം കണ്ടു കഴിഞ്ഞിട്ട് ഈശോ പറയുകയാണ്, നിൻ്റെ വിശ്വാസം വലുതാണ്, അതുപോലെ ഭവിക്കട്ടെ. ഈശോ ഈ പ്രാർത്ഥനയിലൂടെ നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ ഈശോ ചെയ്ത കാര്യത്തിൻ്റെ ഒരു ശൈലി നമ്മൾ മനസ്സിലാക്കണം. മനഃപൂർവ്വമാണ് ഈശോ ഈ ടൈർ സീദോൻ പ്രദേശത്തേക്ക് പോയതും ഈ സംഭവങ്ങൾക്ക് ശിഷ്യന്മാർക്ക് സാക്ഷികളാക്കി കൊടുത്തതും ഈ ഒരു ചില പാഠങ്ങളെ നമ്മളെ പഠിപ്പിക്കാനാണ്. ഒന്ന്, അടിസ്ഥാനപരമായി ഈശോ വന്നത് ഇസ്രായേൽ ജനത്തിനാണ് എങ്കിലും അതിലൂടെ യേശുവിൻ്റെ വരവ് മറ്റുള്ളവരെ അവഗണിച്ചിട്ടല്ല, മുഖ്യ റോള് അവർക്കാണെങ്കിലും വിജാതീയർക്കും ഈശോ സംലഭ്യമാണ് എന്നുള്ളത്. അതിൻ്റെ അർത്ഥം ക്രിസ്ത്യാനികൾക്ക് ഇന്നത്തെ കാലത്ത് ഈ വചനം വ്യാഖ്യാനിക്കുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല വിജാതീയർക്കും ക്രിസ്തു പ്രാപ്തനാണ്, സംലഭ്യനാണ് എന്നുള്ളത്. എൻ്റെ ഒരു വ്യക്തി ജീവിതത്തിൻ്റെ അനുഭവം, ഒട്ടേറെ മറ്റു മതസ്ഥർ കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ ഉള്ള ഒരു അനുഭവം ഇതാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ പെട്ടെന്ന് അവർക്ക് അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതെൻ്റെ ജീവിതാനുഭവത്തിൻ്റെ ഭാഗമായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കുറച്ചുകൂടി ഡിലേ വരുന്നുണ്ടെങ്കിൽ ഈ വിജാതീയരായ മനുഷ്യർ പ്രാർത്ഥിക്കുമ്പോൾ ഈ കാനൻകാരിക്ക് പറഞ്ഞതുപോലെയല്ല ഇന്നത്തെ കാലത്ത് ഉണ്ടാകുന്നത്. നേരെ മറിച്ച് പെട്ടെന്ന് റിസൾട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ നമ്മുടെ ആകാശപ്പറവുകളുടെ സ്ഥാപനങ്ങൾ, ബുദ്ധിവൈകല്യമുള്ളവരുടെ സ്ഥാപനങ്ങൾ, അംഗവൈകല്യമുള്ളവരുടെ സ്ഥാപനങ്ങളിലൊക്കെയും മനുഷ്യർ ചെന്ന്, അതിൻ്റെ അകത്ത് ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്, നമ്മൾ നടത്തുന്ന സ്ഥാപനമാണെങ്കിലും എല്ലാ മതസ്ഥരുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ സ്ഥാപനങ്ങളിൽ പ്രാർത്ഥനാ നിയോഗവുമായിട്ട് നമ്മൾ ചെല്ലുകയും നമ്മൾ ആ പ്രാർത്ഥനാ നിയോഗം അർപ്പിക്കുകയോ അവർക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് പോരുകയോ ഒക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നടക്കുന്നത് കണ്ടിട്ടുണ്ട്. പലവട്ടം ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ വിജാതീയരുടെ പ്രാർത്ഥന ക്രിസ്തു കേൾക്കും എന്ന് തന്നെയാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുക. ഒപ്പം നമുക്ക് തരുന്ന ചില പാഠങ്ങളുണ്ട്. നമ്മൾ പല കാര്യങ്ങളെയും ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടവരല്ല, നേരെ മറിച്ച് വിജാതീയരുടെ ഈ പ്രാർത്ഥനാ ശൈലി, 3 വട്ട പ്രാർത്ഥനാ ശൈലി, അല്ലെങ്കിൽ നമ്മളെടുക്കേണ്ട ഒരു പ്രാർത്ഥനാ ശൈലി വിശ്വാസത്തോടെ ആയിരിക്കണം, തീക്ഷ്ണതയോടെ ആയിരിക്കണം, മുമ്പോട്ട് വരേണ്ടവരായിരിക്കണം, അതുപോലെ തന്നെ കരഞ്ഞപേക്ഷിക്കണം, ഈ പ്രണമിക്കേണ്ട പ്രണാമ മനസ്സുണ്ടാകണം, നിശബ്ദത ഉണ്ടായാലും ന്യായീകരണങ്ങളുണ്ടായാലും അല്പം വൈകിയാലും ഒഴിഞ്ഞു മാറാതെ നിരന്തരമായ ബോധ്യങ്ങളോടെ ഈ പ്രാർത്ഥന തുടരേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ച് ഈ 3 ഘട്ട വികാസം നമ്മിലേക്ക് വരേണ്ടതുണ്ട്. എന്തെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചു കിട്ടിയില്ല എന്നാൽ പിന്നെ പോണ്ട എന്നുള്ളതല്ല, വളരെ സ്ഥിരതയോടെ പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ വചനം നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യുക. ഈ ശൈലി പ്രാർത്ഥനയ്ക്ക് കാനൻകാരി കൊടുത്ത പ്രാധാന്യം നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കട്ടെ. നല്ല കൃപ യാചിച്ചുകൊണ്ട് ഈ ബലി നമുക്ക് തുടരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.